ഹരേ കൃഷ്ണ. ഹരേ. ഇപ്പോൾ വേർഡ് മീനിങ് വായിക്കാം. പുരുഷർഷഭ, ഹേ പുരുഷ ശ്രേഷ്ഠ, സമദുഃഖ സുഖം, സുഖദുഃഖങ്ങളെ ഒരുപോലെ കരുതുന്നവനായി, ധീരനായിരിക്കുന്ന, ക്ഷമാശാലിയായിരിക്കുന്ന, യാതൊരു പുരുഷനെ ഏതേ ഇവ ന വ്യഥയന്തി ദുഃഖിപ്പിക്കുന്നില്ലയോ, സ അവൻ അമൃതത്വായ മോക്ഷത്തിന് കൽപ്പിക്കപ്പെടുന്നു, യോഗ്യനായി ഭവിക്കുന്നു. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ്, ജയ ശ്രീല പ്രഭുപാദ്. അല്ലയോ നരോത്തമ അർജുന, സുഖദുഃഖങ്ങളാൽ അസ്വസ്ഥനാകാതെ രണ്ടിലും സമനില കൈവിടാത്ത വ്യക്തി നിശ്ചയമായും മോക്ഷപ്രാപ്തിക്ക് അർഹനാണ്. ഹരേ കൃഷ്ണ. ഇപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ മോക്ഷത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ ഓരോ ശ്ലോകവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുമ്പോൾ, എസ്പെഷ്യലി ചാപ്റ്റർ 2 മുഴുവൻ ഭഗവത്ഗീതയുടെ ഒരു സമ്മറിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു, ദേഹിനോസ്മിൻ ആയാണെങ്കിലും മാത്രാസ്പർശാസ്തു കൗന്ദയാണെങ്കിലും എല്ലാം ഓരോ ഫിലോസഫികളാണ് വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന ശ്ലോകമാണിത്. ഇതിനകത്തുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ, ഭഗവത്ഗീതയിൽ ആദ്യമായിട്ട് ഒരു ബ്രേക്കിംഗ് ദ സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്, അതായത് നമ്മുടെ ജന്മമൃത്യു ജരാവ്യാധിയെ ബ്രേക്ക് ചെയ്യുന്ന കാര്യം പറയുന്ന ശ്ലോകം. മോക്ഷം അവിടെ വന്നു, ആദ്യത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലാണ് ഭഗവാൻ അതും മെൻഷൻ ചെയ്യുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞത്, ഭഗവാൻ ആദ്യം അത് തരും. ആദ്യം തന്നെ ഭക്തിയൊക്കെ വരാൻ പോണേ ഉള്ളൂ. പക്ഷെ ഭക്തിയോഗത്തിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ ഭഗവാൻ മോക്ഷത്തിന്റെ കാര്യം പറഞ്ഞു. 15ാമത്തെ ശ്ലോകത്തിൽ തന്നെ തന്നു കഴിഞ്ഞു. അപ്പോൾ നിസ്സാരമായി കാണണ്ട, പക്ഷെ അതാണ് പറഞ്ഞത്. അത് നമ്മൾ വിചാരിക്കുന്ന ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ലഭ്യമാണ്. ഭഗവാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അത് അർജുനനോട് പറയാണ് മോക്ഷം. കാരണം നമുക്ക് എപ്പോഴും ഭൗതിക നേട്ടങ്ങളോട്, അല്ലെ, മെറ്റീരിയൽ ബെനിഫിറ്റ്സിനോടായിരിക്കും നമുക്ക് താല്പര്യം കൂടുതൽ എപ്പോഴും. ശരിയല്ലേ? ഇപ്പം നമ്മൾ ഒരാളോട് വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾ എൻ്റെ കൂടെ വരൂ, അവിടം വരെ വന്നാൽ ഞാൻ നിങ്ങൾക്ക് ഭയങ്കരമായ ഒരു സന്തോഷം തരാം, സന്തോഷിച്ചിരിക്കേണ്ട അവസ്ഥ തരാം എന്ന് പറഞ്ഞാൽ അയാളൊന്ന് ആലോചിക്കും. പിന്നെ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും തലയ്ക്ക്. ആ സമയം അയാളോട് പറയാം, നിങ്ങൾ അവിടെ വരെ വന്നാൽ ഞാൻ നിങ്ങൾക്ക് 1,00,000 രൂപ തരാമെന്ന് പറഞ്ഞാൽ വേഗം ഓടി വരും. ശരിയല്ലേ? ആ സന്തോഷത്തിനേക്കാളും വെയിറ്റേജ് ചെയ്തതിനായിരിക്കും ആ മെറ്റീരിയൽ, ആ ഭൗതിക ഇതിനായിരിക്കും. അതാണ് നമ്മുടെ അവസ്ഥ. കാരണം നമ്മൾ ഈ സത്വ, രജോ, തമോ ഗുണങ്ങൾ, ഈ 3 മോഡ് ഓഫ് ഗുഡ്നെസ്, ഇഗ്നോറൻസ് ആൻഡ് പാഷനിൽ മിക്സായി കിടക്കുന്നതുകൊണ്ട് നമ്മുടെ താല്പര്യമെല്ലാം ഇതിനാണ്. അതെന്തുകൊണ്ടാണ് അത് സംഭവിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഈ ഒരു മെറ്റീരിയൽ ഇതിലേക്ക് താല്പര്യം വരുന്നത്? എന്തുകൊണ്ടാണ്? അല്ല, ഞാൻ അടക്കമായി പറയും, നമുക്ക് എല്ലാവർക്കും ഭൗതിക നേട്ടങ്ങളോടല്ലേ താല്പര്യം. എന്താണ് അതിന് കാരണം? മായയാണ്. അത് ഈ ഒരു ജന്മത്തിൽ സംഭവിച്ചാണെന്ന് തോന്നുന്നുണ്ടോ? അത് മുജ്ജന്മമാണ്. അതായത് ഇത് നമ്മൾ ഡിഫറെന്റ്, പക്ഷെ ഒരുപാട് സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് ഡെത്തിലൂടെ നമ്മൾ പല ജന്മത്തിലൂടെ നമ്മൾ അക്വയർ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന കാര്യമാണിത്. പക്ഷെ ലക്കിലി നമുക്കിപ്പോൾ ഇതുപോലെ ഇവിടെ ഇരിക്കാൻ സാധിക്കുന്നത് നമ്മുടെ മറ്റൊരു അച്ചീവ്മെന്റ് ആണ്. അതൊരു അസറ്റാണ്. അപ്പോൾ കാരണം ഇതെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് നമുക്ക് ഈ സമയത്തും നമുക്ക് മെറ്റീരിയൽ കാര്യങ്ങളിൽ മുഴുകാമല്ലോ, അല്ലെ? ഇപ്പൊ ഒരു പാർട്ടിക്ക് പോവാം, സിനിമയ്ക്ക് പോവാം, അല്ലെ? ഇതൊക്കെ മാറ്റി വെക്കാം. ഈ ഭഗവത്ഗീതയുടെ ഇത്രയും ദാമോദരാഷ്ടകം ചൊല്ലേണ്ട ആരതിയുടെ ഒന്നും ആവശ്യമില്ല, അല്ലെ? എത്രയും ദൂരെ നിന്ന് ചിഹ്നം അവിടെ നിന്ന് വളരെ കഷ്ടപ്പെട്ട് ഇവിടെ വരെ സമയമൊക്കെ ഇല്ലാത്ത സമയം ഉണ്ടാക്കി വരേണ്ട ആവശ്യമില്ല, അല്ലെ? അതിലും നല്ല ഇഷ്ടംപോലെ പാർട്ടികളൊക്കെ പലതും ഈ സമയത്തുണ്ടാകും. ചിലപ്പോൾ പലരും അത് സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനർത്ഥം അവിടെ നമ്മൾക്കൊരു വിജയമാണത്. പക്ഷെ അപ്പോൾ നമ്മൾ അവിടെ പതുക്കെ നമ്മളൊരു ട്രാൻസിഷൻ സ്റ്റേജിൽ, അതാണ് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത്. അതായത് നമ്മൾ ആ ഒരു ഇതിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും. എത്ര പേർക്ക് അത് സാധിക്കുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കുക, അല്ലെ? വെരി ലിമിറ്റഡ് കുറച്ച് ആൾക്കാർ. കാരണം മെജോറിറ്റിക്ക് എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പൊതുവെ നമ്മളെ പോലുള്ള ഒരാൾക്കാരെടുത്ത് ഓൾമോസ്റ്റ് എല്ലാവരും ഒരു ഇത് സെറ്റിൽഡാണ്, അല്ലെ? ഒരു കുഴപ്പമൊന്നുമില്ല ആർക്കും. അങ്ങനെയുള്ള സമയത്ത് പൊതുവെ നമ്മൾ മറക്കാൻ സാധ്യതയാണ് ഭഗവാൻ. കാരണം എന്താ? നമ്മൾക്ക് വേണ്ടത്ത ആവശ്യത്തിനുള്ള പൈസ ഉണ്ട്, സ്വത്തുണ്ട്, ഒരുവിധം സന്തോഷവും ഇതുകൊണ്ടും കണക്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭഗവാന്റെ ആവശ്യമില്ലല്ലോ എന്നുള്ള ചിന്തയാണ് പൊതുവേ വരുന്നത്. 99.9% വരുന്നത്. അപ്പം അതിൽ നിന്ന് നമ്മൾക്ക് മാറി ചിന്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ ഒരു മേഴ്സി നമ്മളിൽ ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക്, അല്ലാതെ നമ്മളുടെ വിജയമല്ല, അത് ഭഗവാന്റെ തന്നെ ഒരു മേഴ്സിയാണ് നമുക്ക് അത് സാധിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ
ഭഗവാൻ പറയുന്നു യംഹിന വ്യഥയന്തേത് പുരുഷം പുരുഷർഷഭ. അപ്പൊ ഇവിടെ പുരുഷ ശ്രേഷ്ഠ എന്നാണ് ആരെ വിളിക്കുന്നത്? അർജുനെ വിളിക്കും. അപ്പം ഇത് വിളിക്കുമ്പോൾ നമ്മൾ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്കൊന്ന് നോക്കിയാൽ നമ്മൾ 11ാമത്തെ ശ്ലോകത്തിലാണ് നമ്മൾ ഭഗവാൻ ഉവാച തുടങ്ങുന്നത്. നമ്മൾ ഈ അദ്ദേഹം കാർപ്പണ്യദോഷം ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഭഗവാൻ ഉവാച സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതാണ്? 11ാമത്തെ ശ്ലോകത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? 11ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അർജുനന് ആദ്യത്തെ, കാരണം ഭഗവാന്റെ ഇവിടുത്തെ ഉദ്ദേശം എന്താണ്? അർജുനന്റെ ഒരു റീസൺ അല്ലേ? അതിൽ ഫസ്റ്റ് റീസൺ എന്തായിരുന്നു? മെയിൻ പ്രൈം റീസൺ പറയുന്നത് ലാമെന്റേഷന്റെ പ്രൈം റീസൺ എന്തായിരുന്നു? കമ്പാഷൻ ആണ് അല്ലേ? ആ ഒരു എൻ്റെ ബന്ധുക്കളാണ് അപ്പുറത്ത് എന്നുള്ളതിന് ആ ഒരു, കാരണം നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യം. അപ്പൊ അതിനെ കൗണ്ടർ ചെയ്യാന്നുള്ളതിലാണ് ഭഗവാൻ ഇവിടുന്ന് ഒരു 30 ശ്ലോകം വരെ പറയുന്നത് ഇതേ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ഒറ്റ ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ നമ്മൾ അതിനകത്ത് പറയുന്ന രണ്ടും, ഒന്നാമത് ഒരു റീകളക്ഷന് വേണ്ടിയിട്ട് പറയാണ്, ഒരു റീക്യാപ്പിന് വേണ്ടി പറയാണ്. നമ്മൾ അവിടെ കണ്ട 2 വാക്കുകൾ ഓർക്കണ്ടോ? ഗദാസൂൻ ആൻഡ് അഗദാസൂൻ പറഞ്ഞിരുന്നു അല്ലേ? അതിന്റെ ഇമ്പോർട്ടൻസ് അന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗദാസൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ആ സ്ലൈഡ് ഷോ ഒക്കെ ഇട്ടപ്പോൾ നമ്മൾ 24 എലമെന്റ്സ് കൊണ്ടാണ് നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിരുന്നു. പഞ്ചഭൂതങ്ങൾ അല്ലേ? ഭൂമി, ജലാഗ്നി, വായു, ആകാശം, പിന്നെ നമ്മൾ കയ്യ്, കാല്, അങ്ങനെയുള്ള പ്രവർത്തനേന്ദ്രിയങ്ങൾ, കണ്ണ്, ചെവി, ഇതെല്ലാം, പിന്നെ അതുകൊണ്ട് കാണുന്ന കാഴ്ച അല്ലേ? സൈറ്റ്, നമ്മളെ രൂപം, അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ളതെല്ലാം കൂടി ചേർന്നിട്ട് അതിൻ്റെ കൂടെ ഒരു പ്രധാന എന്ന് പറയുന്ന കാര്യം അത് നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നീട് വിശദീകരിക്കും. അതെല്ലാം കൂടി ചേരുമ്പോൾ അതിനകത്തേക്ക് എന്തിനെ വെച്ചാൽ മതി? ഒരു സോളിനെയും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ രൂപമായി മാറുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു രൂപമാണ് നമ്മൾ ഈ കാണുന്ന ശരീരത്തിനകത്ത് നമുക്കൊരു സ്ഥൂലവും സൂക്ഷ്മവും ഉണ്ട് അല്ലെ? ഒരു ഗ്രോസ് ഫിസിക്കൽ ബോഡി ഉണ്ട് നമുക്ക്, സ്ഥൂല ശരീരവും, പിന്നെ ഒരു സട്ടിൽ ബോഡി ഉണ്ട് നമുക്ക്, ഇൻടാഞ്ചിബിൾ, നമുക്ക് കാണാൻ പറ്റാത്ത ഒരു സൂക്ഷ്മ ശരീരമുണ്ട് അല്ലെ? ഇതിനുള്ളിലാണ് എന്തിരിക്കുന്നത്? നമ്മുടെ ജീവാത്മാവ് ഇരിക്കുന്നത്. അപ്പോൾ ഗദാസൂൻ അഗദാസൂൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, അപ്പോൾ ആ ഒരു നമ്മളുടെ ആ ഇതൊന്ന് ആലോചിച്ച് നോക്കുക. അതിനകത്ത് എവിടെയും തൊടാണ്ട് ആത്മാവ് അവിടെ ഇരിപ്പുണ്ട് അല്ലെ? നമ്മൾ ഹൃദയസ്ഥനായ ആത്മാവെന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലെ? ഹൃദയസ്ഥനാണ്. അപ്പോൾ ഹൃദയത്തിന് ഇരിപ്പുണ്ട് എന്ന് വെച്ചാൽ ഹൃദയം മാറ്റി വെച്ചാൽ അദ്ദേഹം പോവില്ല, അതവിടെ ഉണ്ട്, ആ ഭാഗത്ത് ഇരിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ജീവാത്മാവ് ആ ശരീരത്തിനകത്തിരുന്നാലും ഗദാസൂൻ, അഗദാസൂൻ, അകത്തിരുന്നാൽ അഗദാസൂൻ, ഗദാസൂൻ എന്ന് വെച്ചാൽ പുറത്തു പോയാലും ബുദ്ധിയുള്ള ഒരു പേഴ്സൺ, ഇന്റലിജന്റ് പേഴ്സൺ ആ ഒരു ശരീരത്തെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നില്ല. വളരെ സിമ്പിളായിട്ടാണ് ഭഗവാൻ അത് അവതരിപ്പിക്കുന്നത്. അതായത് നമ്മുടെ ഈ ശരീരത്തിൽ ഒരു ആത്മാവുണ്ട്. ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ അയാളുടെ ശരീരം ഉപേക്ഷിക്കുമ്പോൾ അത് അവിടുന്ന് അടുത്ത ശരീരത്തിലേക്ക് പോകുന്നു അല്ലേ? അപ്പോൾ ഇവിടെ ഇരിക്കുന്നു, അത് അതിൻ്റെ ആവശ്യം കഴിയുമ്പോൾ അത് അടുത്തതിലേക്ക് പോകുന്നു. അപ്പോൾ ആ പോകുമ്പോൾ അത് ഇതിനകത്തിരുന്നാലും പുറത്തിരുന്നാലും ഈ ഒരു ശരീരത്തിനെ കുറിച്ച് ഒരു ബുദ്ധിയുള്ള പേഴ്സൺ വ്യാകുലപ്പെടുന്നില്ല. വളരെ ഫിലോസഫി അവതരിപ്പിക്കുന്ന രീതി നോക്കുക ഭഗവാന്റെ. നമ്മൾ പറഞ്ഞു ഒരാൾ മരിച്ചുപോയി, അയ്യോ നമുക്ക് ആകെ പ്രശ്നം. അതിനെയാണ് ഭഗവാൻ സിമ്പിളായിട്ട് ഇങ്ങനെ പറയുന്നത് അല്ലേ? പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ് ഉണ്ട്. നമ്മൾ എന്ന് പറയുന്നത് ആ പോകുന്ന ആളാണ്. നമ്മൾ എന്ന് പറയാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മളാണ് ആ പോകുന്ന ആള്. അപ്പൊ നമ്മൾ ഒരു കൂടിനകത്ത് ഇരിക്കുന്നു, നമ്മൾ ചിലപ്പോൾ അവിടെ ഇരിക്കുന്നു. അപ്പൊ ആ കൂടിനൊരു ജീവൻ ഉണ്ടാവും, ചേതന ഉണ്ടാവും. നമ്മൾ ആ കൂടിനകത്ത് നിന്ന് പുറത്തുപോയി വേറൊരു കൂടി കയറുന്നു. അപ്പൊ ഇതിന്റെ ചേതന പോയി, അവിടെ ചേതന വന്നു. അപ്പൊ നമ്മൾ ആ പോയതിനെ കുറിച്ച് ഓർത്ത് എന്തിന് കരയണം? അതാണ് ഗദാസൂൻ അഗദാസൂൻ 11 പറയുന്നത്, 1ാമത്തെ പോയത്. അപ്പൊ അത് പറഞ്ഞപ്പോൾ അർജുനന് സംതൃപ്തിയായോ? ഇല്ല അല്ലെ? അതും സംഭവമൊക്കെ ശരിയാണ്, കൃഷ്ണൻ പറയുന്ന സംഭവം എല്ലാം നല്ല വളരെ രസമുണ്ട് കേൾക്കാൻ. പക്ഷെ ഞാൻ അവരെ കൊന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ അവരെ വധിച്ച് കഴിയുമ്പോൾ അവരെ ഇല്ലാണ്ടാവുമല്ലോ എൻ്റെ മുന്നിൽ വെച്ച്. അപ്പോൾ എന്ത് ചെയ്തു? അപ്പൊ ഭഗവാൻ അടുത്ത ശ്ലോകം ഏത് പറയുന്നു? 12 പറയുന്നു. കാരണം അവിടെ കൺവിൻസ് ആക്കാൻ ഒന്നും കൂടി, അതായത് നത്തേവാഹം ജാതുനാസ നത്വം നേമേ ജനാധിപ ന ചൈവ ന ഭവിഷ്യാമ സർവേ വയമത്തപ്പരം പറയുന്നു. അതായത് ഓക്കെ, ഗദാസൂൻ അഗദാസൂൻ കൺസെപ്റ്റ് ഒക്കെ ഓക്കെ കൃഷ്ണ, ഈ പറയുന്നതെല്ലാം ഓക്കെയാണ്, ഇങ്ങനെ പുറത്തേക്ക് പോകുന്നു, ഇതൊക്കെ സംഭവം. പക്ഷെ ഞാൻ ഈ ഭീഷ്മരെയും ഈ ദ്രോണരെയൊക്കെ വധിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ അവര് ഈ പറഞ്ഞ പോലെയൊക്കെ സംഭവിക്കും, പക്ഷെ എനിക്ക് അവരില്ലാണ്ടായി പോകും.
അല്ലേ? എനിക്ക് ആത്മാവിനെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റും, എനിക്ക് അവരില്ലാണ്ടായിപ്പോയി. അപ്പൊ പറയാറുണ്ട്, അപ്പൊ ഭഗവാൻ പറയാണ്, നമ്മുടെ വ്യക്തിത്വം ഏറ്റവും വലിയ കൺസെപ്റ്റ്, നമ്മൾ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കൺസെപ്റ്റ്, നമ്മളുടെ വ്യക്തിത്വം, പേഴ്സണാലിറ്റി ഒരിക്കലും നശിക്കുന്നില്ല. നമ്മൾ എവിടെയും പോയിട്ട് മെർജായി ലയിക്കുന്നില്ല. നമ്മുടെ മനസ്സിൽ നമ്മൾ അടിയിലേക്ക് വെക്കേണ്ട ഒരു കൺസെപ്റ്റാണ്. കാരണം നമ്മൾ ഒരിക്കലും ഇല്ലാതാകുന്നില്ല. അതാണ് ഭഗവാൻ പറയുന്നത്, നത്വേവാഹം ജാതുനാസൻ നത്വം നേമേ ജനാധിപ. അതായത് ഞാൻ ഇല്ലാത്ത ഒരു കാലവും ഉണ്ടായിട്ടില്ല, കൃഷ്ണൻ ഇല്ലാതിരുന്ന ഒരു കാലവും ഉണ്ടായിട്ടില്ല. അതൊക്കെ ഭഗവാന്റെ കാര്യമോ, ഭഗവാൻ എപ്പോഴും ഉണ്ടാവും, നമ്മൾ ജീവാത്മാക്കളാന്ന് കരുതും. അപ്പൊ പറയാണ്, അർജുന നീയും ഈ കാണുന്ന രാജാക്കന്മാരും എല്ലാം എപ്പോഴും ഉണ്ടായിരുന്നു, മുമ്പും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, നാളെ അവരുണ്ടാവും. നമ്മൾ ഒരു കാലത്തും ഇല്ലാതാകുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും, അതങ്ങനെ ഇവരെ കൊന്നു കഴിയുമ്പോൾ ഇവരില്ലാണ്ടാവില്ലേ? കാരണം നേരത്തെ പറഞ്ഞ കൺസെപ്റ്റാണ്, അതിനെ ഒന്നും കൂടി ഇത് ചെയ്യാൻ. കാരണം അവിടെ ഒന്നും ആരും, ഈ ശരീരങ്ങൾ പോകും, പക്ഷെ അവരൊന്നും ഇല്ലാതാകുന്നില്ല. അത് ആ സോളിന്റെ പ്രാധാന്യം, നമ്മൾ ആ എന്താണ് മനസ്സിലാക്കുന്നത് അതാണ് കൊണ്ടുവരുന്നത്. അപ്പൊ അത് കഴിഞ്ഞപ്പോഴും എന്ത് സംഭവിച്ചു? അത് കഴിഞ്ഞു. അപ്പോഴും അർജുനന് സംശയം, അതൊക്കെ ശരിയാണ്, പക്ഷെ അങ്ങനെയാണെങ്കിൽ ഒരു സംഭവമൊക്കെ ശരി, പക്ഷെ എന്ത് സംഭവിക്കുന്നു? ഈ ശരീരം ഉപേക്ഷിച്ച് അദ്ദേഹത്തിന് പോകുമ്പോൾ ആ ശരീരം പോയില്ലേ, ആ വ്യക്തി എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ എൻ്റെ പ്രശ്നം എന്താണ്? ആ കാണുന്ന, അല്ലെ, ആ ഒരു ഭൗതികമായ ആ കാണുന്ന ആ വ്യക്തിയിലാണ് അത് നിൽക്കുന്നത്. അതെ, ആ ബോഡിയാണ്, അല്ലെ, ബോഡി അറ്റാച്ച്മെന്റ് ആണ്, ആ ബോഡിലി അറ്റാച്ച്മെന്റ് ആണ് അവിടെ വരുന്നത്. അപ്പൊ അതിനെ വീണ്ടും കൗണ്ടർ ചെയ്തുകൊണ്ട് ഭഗവാൻ പറയുന്നതാണ്, ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യമുനഞ്ജര തഥാ ദേഹാന്തര പ്രാപ്തി ധീരസ്തത്ര നമുക്കിരി. അപ്പൊ അവിടെ പറയുന്നത് വെച്ചാൽ അതിൽ നീ ഭയക്കണ്ട. കാരണം കുറച്ചു മുന്നേയുള്ള വലിയ ആർഗ്യുമെന്റിൽ നീ പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യമാട്ടെ ഈ പറയുന്നത്. നമ്മൾ മുമ്പ് അർജുനൻ ഭഗവാനോട് ആർഗ്യൂ ചെയ്താണ്, അവര് വലിയ മഹാന്മാരാണ്, ഭീഷ്മര്, ഈ ദ്രോണരൊക്കെ വലിയ വലിയ മഹാന്മാർ, അവരെ ഒന്നും എനിക്ക് വധിക്കാനാവില്ല. അപ്പൊ അങ്ങനെ നീ അവര് ഇത്ര മഹാന്മാരാണെങ്കിൽ ദേഹിനോസ്മിൻ ഏതാതെ, അങ്ങനെ മഹാന്മാരാണെങ്കിൽ അവർക്ക് എന്ത് ഗുണമുണ്ടെന്ന് വെച്ചാൽ ഈ ശരീരം ഉപേക്ഷിച്ച് ചെയ്യുമ്പോൾ അവർക്ക് അതിനേക്കാൾ നല്ലൊരു ഇത് കിട്ടും. നമ്മൾ ഇന്ന് നല്ലൊരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ പുനർജന്മം നല്ലൊരു പൊസിഷനിലേക്കായിരിക്കും നമ്മൾ പോകും. അപ്പൊ നീ ഒരു കാരണവശാലും സങ്കടപ്പെടേണ്ടതില്ല എന്നാണ് ദേഹിനോസ്മിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം അവർക്ക് ഈ ശരീരം കഴിയുമ്പോൾ അവർക്ക് മറ്റൊരു ശരീരം കിട്ടും. അപ്പോൾ നല്ലൊരു ശരീരം എന്ന് അവിടെ പറയുന്നത് മറ്റൊരു ശരീരം കിട്ടും. പക്ഷെ നീ പറഞ്ഞല്ലോ ഇവരെല്ലാം വലിയ മഹാത്മാരാണെന്ന് പറഞ്ഞത് കൊണ്ട് തീർച്ചയായും അവർക്ക് മറ്റൊരു ശരീരം കിട്ടും. ഇതെല്ലാം നമുക്കുള്ളൊരു മെസ്സേജാണ്. അപ്പോൾ നമ്മുടെ കർമ്മങ്ങൾ നല്ല രീതിയിലാണ് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾക്ക് കിട്ടുന്ന ശരീരവും അതുപോലെയായിരിക്കും, സാഹചര്യങ്ങളും അതുപോലെയായിരിക്കും. ഇപ്പം നമ്മൾ വളരെയധികം ഭൗതികമായ മെറ്റീരിയൽ കാര്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിച്ചിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ശരീരം ഉപേക്ഷിക്കുമ്പോഴും ആ ആഗ്രഹമായിരിക്കും നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്. നമ്മൾ ചിലപ്പോൾ പറയും, അതായത് എനിക്ക് യാതൊരു ആഗ്രഹവുമില്ല, ഞാൻ കാഷായമാണ് ഇടുന്നത്, അല്ലെങ്കിൽ ഞാൻ വെള്ളയാക്കി, എനിക്കൊന്നും വേണ്ട എന്ന് പറയും. സംഭവം ശരിയാ, പക്ഷേ ഉള്ളിൽ എന്തായിരിക്കും എന്നുള്ളത് ദൈവത്തിന് തന്നെ അറിയാൻ പറ്റും. കാരണം ഇങ്ങനെ പറഞ്ഞാലും നമ്മൾക്ക് ഒരു ജീവാത്മാവെന്ന നിലയിൽ നമ്മൾ മുമ്പ് പഠിച്ചിട്ട് നമുക്ക് 4 ഡിഫക്ട്സ് ഉണ്ട്. നമ്മുടെ 4 ഡിഫക്ട്സ് ഉണ്ട്. എന്താണ് നമ്മുടെ 4 ന്യൂനതകൾ, ഡിഫക്ട്സ് ഓർക്കേണ്ടത്? ഒന്ന്, ഇംപെർഫെക്റ്റ് സെൻസസ്, നമുക്ക് അപൂർണങ്ങളായ ഇന്ദ്രിയങ്ങളാണ് നമ്മുടെ. പിന്നെ കാരണം നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ, ഇടയ്ക്കിടയ്ക്ക് അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മനുഷ്യരായതുകൊണ്ട് 84 ലക്ഷം തരത്തിൽ 4 ലക്ഷം മനുഷ്യരായത് നമ്മൾ വിചാരിക്കും മനുഷ്യനായതുകൊണ്ട് നമ്മൾ ബെഞ്ച് മാർക്ക് ചെയ്യും. നമ്മളാണ് ടോപ്പ് മോസ്റ്റ്, നമ്മളെ എല്ലാത്തിനെയും കീഴടക്കുന്നു എന്ന് വിചാരിക്കും. അവിടെയാണ് നമുക്ക് പറ്റുന്ന അബദ്ധവും. ആക്ച്വലി നമ്മൾ ഒന്നിനെയും കീഴടക്കണ്ട, നമ്മൾ അതിനേക്കാൾ മുകളിലുള്ള ഒരു ശക്തിയാണ് ഭഗവാന്റെ തടസ്ഥ ശക്തി, മാർജിനൽ പൊട്ടൻസി, മാർജിനൽ എനർജിയാണ് ജീവാത്മാക്കൾ. പ്രകൃതിയെക്കാളും മുകളിലാണ് നമ്മൾ. പക്ഷെ എന്നിട്ട് നമ്മൾ പ്രകൃതിയെ കീഴടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾക്ക് ഈ ഡിഫക്ട്സ് ഉള്ള കാര്യം നമ്മൾ മറന്നു. ഒന്ന്, നമുക്ക് ഇംപെർഫെക്റ്റ് സെൻസസ് ആണ്. പിന്നെ നമുക്ക് ചീറ്റിംഗ് പ്രൊപ്പൻസിറ്റി ഉണ്ട്, ചതിക്കാനുള്ള ഒരു പ്രവണത നമുക്കുണ്ട്. മറ്റുള്ളവരെ അല്ല, അതുണ്ടാവും, നമ്മൾ സ്വയം വഞ്ചിക്കുന്നവരാണ്. മൂന്നാമത്തെ കാര്യം, നമ്മൾക്ക് തെറ്റ് പറ്റുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. നമുക്ക് കമ്മിറ്റ് മിസ്റ്റേക്സ് നമുക്ക് പറ്റുന്ന കാര്യമാണ്.
പിന്നെ ഓൾവേസ് ഇൻ ഇല്യൂഷൻ, ഭ്രമം. നമുക്ക് ഭ്രമങ്ങൾ ഉണ്ടാവും, മതിഭ്രമം എന്നൊക്കെ നമ്മൾ ഓരോന്നും കണ്ട് ഭ്രമിക്കും, ഇല്യൂഷനിലാണ്. ഈ 4 നമ്മുടെ ശാസ്ത്രം പറയുന്നു ജീവാത്മാക്കൾക്കുണ്ട്, ഭഗവാൻ ഇതില്ല. ഇതാണ് ജീവാത്മാവും പരമാത്മാവും തമ്മിൽ ഡിഫറൻസ് ഉള്ള പ്രധാന കാര്യം. ഇത് നമ്മൾക്ക് 4 ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള നമുക്ക് പല മിസ്റ്റേക്സ് നമുക്ക് പറ്റും, ഒരുപാട് തെറ്റുകൾ നമുക്ക് പറ്റാം. എന്ത് പറഞ്ഞു വന്നപ്പോഴായിരുന്നു ഞാനത് പറഞ്ഞത്? അതായത് നമ്മൾ ഒരു കഴിഞ്ഞ ശ്ലോകത്തിൽ അവര് വളരെയധികം നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായും അവര് ആ ഒരു പൊസിഷനിലേക്ക് പോകും എന്നുള്ള കാര്യം എന്തോ റിലേറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞാൽ മറന്നു. അതവിടെ നിൽക്കട്ടെ. ഇനി അത് കഴിഞ്ഞപ്പോൾ അടുത്ത ശ്ലോകം. യെസ്, അപ്പം ഇതില് ഇതെല്ലാം ഓക്കെ, കൃഷ്ണ പറയുന്നതെല്ലാം ഓക്കെയാണ്. പക്ഷെ സംഭവം എല്ലാം ശരിയാണെങ്കിൽ പോലും അവരില്ലാണ്ടാവുമല്ലോ, വീണ്ടും അതേ പ്രശ്നം അല്ലേ? ശരിയല്ലേ? സംഭവം ഇതെല്ലാം പറഞ്ഞാലും നമ്മുടെ അതേ അവസ്ഥയല്ലേ? ഇതെല്ലാം പറഞ്ഞാലും ആ വ്യക്തി ഇല്ലാണ്ടായ ഞാൻ എന്ത് ചെയ്യും? അപ്പോഴാണ് മാത്രാസ്പർശാസ്ത് കൗന്ദേയ എന്ന് പറഞ്ഞ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ശ്ലോകം വരുന്നത്. മാത്രാസ്പർശാസ്ത് കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖത ആഗമാപായനോ നിത്യാസ് താം തിദിക്ഷസ്വ ഭാരത. താം തിദിക്ഷസ്വ, ഇവിടെയാണ് സഹിക്കാൻ, ടോളറൻസ്, സഹിക്കണ കാര്യം പറയാണ്. ഇവിടെ പറയാണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ശ്ലോകമാണ് 14. അതായത് വലിയൊരു എയിം ഉള്ളപ്പോൾ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അത് സഹിക്കുക, അല്ലേ? നമുക്ക് വലിയൊരു എയിം കിടക്കുമ്പോൾ ശരിയല്ലേ? ഇപ്പം നമ്മൾക്ക് ഒരു സ്ഥലത്തേക്ക് പോകണം, നമ്മുടെ മെയിൻ ഉദ്ദേശം ആ സ്ഥലത്തേക്ക് പോവുക. ഇപ്പം ട്രെയിനിലാണ് നമ്മൾ പോകുന്നതെന്ന് വിചാരിക്കുക, നമുക്ക് അവിടെ എത്തിപ്പെടുന്നത് പ്രധാന കാര്യം. ഇപ്പം മകൻ്റെ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യമാണ്, പ്രധാന ഒരു കാര്യമാണ്, അതാണ് ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് എങ്കിൽ നമ്മുടെ എയിം അതാണെങ്കിൽ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇവിടെ നിന്ന് ടാക്സി വിളിച്ചു, ഊബർ വിളിച്ചോ, അല്ലെങ്കിൽ പെട്ടിയൊക്കെ എടുത്ത് കയറ്റി ടാക്സിയിൽ വെച്ച് റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ എയർപോർട്ടിലോ ചെന്ന് കയറുമ്പോഴൊക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലേ? ശരിയല്ലേ? നമുക്ക് നടുവേദന എടുക്കും, പെട്ടി വലിച്ചേറ്റണം, അവിടെ കസ്റ്റംസ് ചെക്കിങ്, അല്ലെങ്കിൽ ട്രെയിൻ ആണെങ്കിൽ അതിൽ വലിച്ചേറ്റണം, ബെർത്തിൽ വയ്ക്കണം, കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മളതെല്ലാം വളരെ ഈസി ആയിട്ട് ചെയ്യും. എന്തുകൊണ്ടാണത്? കാരണം നമുക്കൊരു വലിയ ലക്ഷ്യമുള്ളത് കൊണ്ടാണ്, അല്ലേ? അതേസമയം വലിയ ലക്ഷ്യമൊന്നും ഇല്ലെങ്കിൽ ഇതെല്ലാം നമുക്ക് ബുദ്ധിമുട്ടായി വരും. നമുക്കിപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ വലിയ ലക്ഷ്യമില്ല, ആ വലിയ ലക്ഷ്യം നമുക്ക് അറിയില്ല. നമ്മുടെ ലക്ഷ്യങ്ങളെല്ലാം ചെറിയ ലക്ഷ്യങ്ങളാണ്, അതായത് ഭൗതിക ജീവിതത്തിലെ ലക്ഷ്യങ്ങളാണ് നമ്മുടെ ചെറുതാണ്. ഇറ്റ്സ് ഓൾ ടെമ്പററിയാണ്, ഒന്നും പെർമനൻ്റ് അല്ല. അപ്പം നമുക്ക് അച്ചീവ് ചെയ്യേണ്ട എന്താ? കാറ് മേടിക്കണം, അല്ലെങ്കിൽ ജോലിയിൽ പ്രൊമോഷൻ കിട്ടണം, അല്ലെങ്കിൽ ഇന്ന ഫുഡ് കഴിക്കണം, ഇതൊക്കെയാണ് നമ്മളുടെ ലെവലിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ കുറച്ചും കൂടി കൂടിയ ഒരു ഇതുണ്ടാവും. അല്ലാതെ ഹ്യൂമൻ ഫോം വന്നിരിക്കുക, അല്ലെങ്കിൽ ഹ്യൂമൻ ഫോം ഓഫ് ആ ബർത്തിലെ അല്ലെങ്കിൽ ഈ മനുഷ്യ ജന്മത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്ന പോയിന്റിലേക്കൊന്നും നമ്മളൊരു സാധാരണക്കാരൻ നോർമൽ ദിവസങ്ങളിൽ ചിന്തിക്കുന്നില്ല. ശരിയല്ലേ? കാരണം നമ്മൾ പൂർണ്ണമായിട്ടും എവിടെ നിൽക്കുന്ന ഈ മെറ്റീരിയൽ പ്ലാറ്റ്ഫോമിൽ, ആ പ്ലെയിനിലാണ് നിൽക്കുന്നത്. ഇവിടെ മുഴുവൻ അത് മാത്രമേ ഉള്ളൂ, മെറ്റീരിയൽ കാര്യങ്ങൾ മാത്രമേ നടക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു തലത്തിൽ ഒരിക്കലും നമ്മൾ അവിടേക്ക് നമ്മളുടെ ഒരു അതേന്ദ്രിയ ലെവലിലേക്ക് നമ്മൾ പോകുന്നില്ല. അത് പോകണമെങ്കിൽ നമുക്ക് സാധനം വേണം, നിത്യേന നമുക്ക് സാധനം വേണം, ചാൻഡിങ് വേണം. നമ്മൾ ഈ ചെയ്ത പോലെ ആരതികൾ ചെയ്യുമ്പോൾ നമ്മളിൽ ഉള്ളിലുള്ള ആ ജീവാത്മാവ് അത് എലിവേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ചിന്ത ലെവൽ മാറുമ്പോൾ പലതും നമ്മൾ നിസ്സാരവൽക്കരിക്കാൻ തുടങ്ങും. അപ്പം നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് ഇതിനെ തോന്നുമ്പോൾ ശീതോഷ്ണ സുഖ ദുഃഖത, അതായത് ഈ നമ്മളിപ്പോൾ ഇങ്ങനെ ജീവിച്ച് പോകുമ്പോൾ ഇന്ന് മഴ പെയ്തു, കുറച്ച് മുന്നേ ഭയങ്കര മഴക്കാറ്, മഴ പെയ്തു, കുറച്ച് കഴിഞ്ഞാൽ ഡിസംബർ ആകുമ്പോൾ കുറച്ച് തണുപ്പ് വരും. നമ്മൾ ആരെങ്കിലും അതൊക്കെ കുറച്ച് അയ്യോ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നൊക്കെ പേടിക്കുന്നുണ്ടോ? ഇപ്പോൾ ഇല്ലല്ലോ. എന്താ കാരണം? നമ്മളെ സംബന്ധിച്ച് ഇപ്പം ഈ ഒരു മെറ്റീരിയൽ ലൈഫിൽ ഈ ചേഞ്ച് ഒന്നുമല്ല. ഇപ്പം ഇന്ന് താഴത്ത് നമ്മൾ ഇരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ചൂടെടുത്തു, അല്ലേ? ആരെങ്കിലും ഇറങ്ങി ഓടാൻ തോന്നിയില്ല. കാരണം അവിടെ ഒരു ആരതി നടക്കുക, അത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലൊന്ന് കാറ്റ് കൊള്ളാലെന്നുള്ളൊരു ചിന്തയും കൂടി ഉണ്ട്, അല്ലേ? അപ്പോൾ അത് ടെമ്പററിയാണ്. ആ ടെമ്പററി സിറ്റുവേഷനെ നമ്മൾ മാനേജ് ചെയ്തു അവിടെ, അല്ലേ? എന്തുകൊണ്ടാണ്? ഇപ്പം താഴത്ത് നമുക്ക് ചൂടെടുത്തു, ആരതി ചെയ്യുമ്പോൾ നമുക്ക് വേർത്തു. പക്ഷെ നമ്മളതിനെ എന്തുകൊണ്ടാണ് മെയിനായിട്ട് മാനേജ് ചെയ്തതെന്നറിയോ? ഓക്കെ, ഞാൻ ദാമോദര അഷ്ടകം ചെയ്യാണ്, ഭഗവാനെ എനിക്ക് ആരതി എന്നാണ് ആരും പറയരുത് പ്ലീസ്. അതുകൊണ്ടല്ല. എന്തുകൊണ്ടാണ്? കുറച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് വരാമെന്നുള്ളതുകൊണ്ട്, അല്ലേ? ഭൗതികമായ ഒരു നേട്ടം നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. സത്യമല്ലേ? അതൊരു താൽക്കാലികം. അതായത്
ആ ഒരു ഇരുന്നത് സത്യസന്ധമായിട്ട് ഞാൻ എൻ്റെ കാര്യം പറയുന്നത് കേട്ടോ. ഞാൻ അങ്ങനെ തന്നെ വിചാരിച്ചത്. കുറച്ച് നേരം വേർത്താലും മോളിൽ ചെന്ന് കാറ്റത്തിരിക്കാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ സത്യത്തിൽ നമ്മൾ അവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതൊരു താൽക്കാലികമായ സിറ്റുവേഷനാണെന്ന് നമ്മുടെ മനസ്സിലാക്കുന്നു. നമ്മൾ ആ താൽക്കാലികമായ സിറ്റുവേഷനാണ് നമ്മളതിനെ തിരിക്ഷസ്വ സഹിക്കുന്നു. ഭഗവാൻ അത് തന്നെയാണ് പറയുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു വലിയ ലക്ഷ്യമുള്ളപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഈ കാണുന്നതെല്ലാം. നിനക്കിപ്പോൾ ചെയ്യുന്ന ധർമ്മയുദ്ധത്തിൽ നിനക്ക് അവരെ വധിക്കേണ്ടി വരുന്നു എന്നല്ല പറഞ്ഞത്. നിസ്സാരമായ കാര്യമാണ്, അതിനെ നീ സഹിക്കുക. ശീതോഷ്ണ സുഖ ദുഃഖത, അതായത് തണുപ്പും ചൂടും വ്യത്യാസം വരുമ്പോൾ നമ്മൾ എങ്ങനെ സഹിക്കുന്നു അതുപോലെ തന്നെ. അതാണ് ആ ഫിലോസഫി പറയുന്നത്. സംശയമുണ്ടോ എന്തെങ്കിലും? അപ്പൊ അതാണ് ആഗമാപായിനോ, വന്നും പോയും ഇരിക്കുന്നുണ്ട്. ആഗമാപായിനോ, ആഗമാപായിനോ വന്നും പോയും ഇരിക്കുന്ന ചൂടും തണുപ്പും പോലെയാണ് ഈ ഒരു കാര്യം. അപ്പൊ അതിനെ നീ സഹിക്കുക. കാരണം ഇതെല്ലാം വരുന്നത് നമ്മുടെ സെൻസ് ഇന്ദ്രിയാനുഭൂതി കൊണ്ടാണ് വരുന്നതെന്നുള്ളതാണ് ആ കാര്യമാണ് അവിടെ പറയുന്നത്. ഇനി നമ്മളുടെ ഈ ശ്ലോകത്തിലേക്ക് വരുമ്പോൾ ഈ കഴിഞ്ഞ ശ്ലോകത്തിനെ ഒന്നുകൂടി ബലപ്പെടുത്താൻ, അതായത് കഴിഞ്ഞ ശ്ലോകത്തിൽ തിദിക്ഷോസയാണ് പറയുന്നത്. അതായത് നീ സഹിക്കണം. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, നല്ലൊരു ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട് നീ ഇത് സഹിക്കണം എന്ന് പറയുമ്പോൾ ഇവിടെ ഇൻസെൻറ്റീവ് വരികയാണ്. ഇൻസെൻറ്റീവ് ഭഗവാൻ. അതായത് പറയുമ്പോൾ അർജുനൻ ചോദിച്ചിരിക്കാം, കൃഷ്ണ അതൊക്കെ ശരി, നീ പറയുന്നതെല്ലാം ഓക്കെയാണ്, ഞാൻ എന്തിനു സഹിക്കണം? ചോദിക്കാമല്ലോ ഇല്ലേ? ഓക്കെ, കൃഷ്ണൻ പറയുന്നു നീ ഇത് സഹിക്കണം, ഇതൊക്കെ നീ വലിയൊരു കാര്യത്തിൽ സഹിക്കണം. ഞാൻ എന്തിനു സഹിക്കണം? ഇത് ഇവര് പോകുന്ന ആ നഷ്ടം ഞാൻ എന്തിനു സഹിക്കണം എന്ന് പറയുമ്പോൾ ഭഗവാൻ ഇവിടെ പറയുകയാണ്. ഏത്? ഇതാണ് പറയുന്നത്. യം ഹി ന വ്യഥയന്ത്യതേ പുരുഷം പുരുഷക്ഷപ സമദുഃഖ സുഖം തീരം സ്വ അമൃതത്വായ കൽപ്പതേ. ഇനിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത്. അതായത് ഈ ഒരു രീതിയിൽ സുഖത്തിനെയും ദുഃഖത്തിനെയും നമുക്ക് ഒരുപോലെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അല്ലേ? നല്ല ബുദ്ധിമുട്ടുള്ള കാര്യം. കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ അമൃതത്വായ കൽപ്പത, അമൃതം ആയി ഭവിക്കുന്നു. അമൃതം എന്ന് പറഞ്ഞാൽ മൃതമല്ലാത്ത അവസ്ഥ, അതായത് ജന്മ മൃത്യു ജരാവ്യാധിയെ ഭേദിക്കുന്ന അവസ്ഥ, അതായത് മോക്ഷാവസ്ഥ. ആലോചിച്ച് നോക്കിയാൽ വളരെ സിമ്പിളാണ് പറയുന്നത്. സുഖത്തിനെയും ദുഃഖത്തിനെയും ഒരുപോലെ കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ അതാണ് അടുത്ത ചോദ്യത്തിന്റെ, അതായത് അർജുനന് ഒരു ഇൻസെന്റീവ് ആയിട്ട് പറയുന്നത്. അതായത് ഞാൻ എന്തിനത് സഹിക്കണം എന്ന് വെച്ചാൽ, നിനക്കത് സഹിച്ചാൽ നിനക്ക് ഗുണം എന്താ വെച്ചാൽ നിനക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാകും എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. സുഖദുഃഖങ്ങളാൽ അസ്വസ്ഥനാകാതെ രണ്ടിലും സമനില കൈവിടാത്ത വ്യക്തി നിശ്ചയമായും മോക്ഷപ്രാപ്തിക്ക് ആദ്യമായിട്ടാണ് പറയുന്നത്. ഇക്വാനിമിറ്റി എന്ന്, സമചിത്വം, ഇക്വാനിമിറ്റി. ഇനി ഇവിടെ എന്താന്ന് നോക്കാം ബാക്കി. ആത്മസാക്ഷാത്കാരത്തിന്റെ ഔന്നത്യം കൈവരിക്കാനുള്ള നിശ്ചയദാർഢ്യമുള്ളവനും സുഖദുഃഖങ്ങളെ ഒരുപോലെ സഹിക്കാൻ കഴിയുന്നവനുമായ വ്യക്തി തീർച്ചയായും മുക്തിക്കർഹനാണ്. വർണ്ണാശ്രമ വ്യവസ്ഥയിൽ 4ാം ആശ്രമമായ സന്യാസം ക്ലേശഭരിതമായ ഒരു അവസ്ഥയാണ്. എങ്കിലും ജീവിതത്തിന് പരിപൂർണത വരുത്തണമെന്നത് കാര്യമായി ആഗ്രഹിക്കുന്നവർ ആ ക്ലേശങ്ങളെ വകവയ്ക്കാതെ സന്യാസം സ്വീകരിക്കുക തന്നെ ചെയ്യും. ഭാര്യ പുത്രാദികളോടുള്ള ഗാർഹിക ബന്ധങ്ങളെ വിച്ഛേദിക്കുന്നതിലാണ് ഏറ്റവും അധികം പ്രയാസം നേരിടുക. ഇതൊക്കെ വായിച്ച ആരും സന്യാസിന് പോകാനായിട്ട് പ്രൊമോട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിക്കണ്ട. അത്തരം ക്ലേശങ്ങളെയും സഹിക്കാൻ കഴിയുമെന്നായാൽ തീർച്ചയായും അയാളുടെ ആത്മസാക്ഷാത്കാരത്തിനുള്ള വഴി പൂർണ്ണമായി. കുടുംബ ബന്ധമുള്ളവരോടോ മിത്രങ്ങളോടോ പൊരുതുന്നത് പ്രയാസമുള്ള കാര്യമാണെങ്കിലും ക്ഷത്രിയൻ എന്ന നിലയിൽ തനിക്ക് ചെയ്യേണ്ട കർമ്മത്തിൽ ഉറച്ചു നിൽക്കണമെന്നാണ് കൃഷ്ണൻ അർജുനനോട് പറയുന്നത്. ശ്രീ ചൈതന്യ മഹാപ്രഭു 24ാം വയസ്സിൽ സന്യാസം സ്വീകരിച്ചു. വൃദ്ധയായ മാതാവിനും ഇളം പ്രായത്തിലുള്ള പത്നിക്കും അദ്ദേഹമല്ലാതെ ഒരു ആശ്രയം ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഉത്കൃഷ്ടമായ ലക്ഷ്യം മുൻനിർത്തി അദ്ദേഹം സന്യാസം കൈക്കൊണ്ടു. തൻ്റെ ഉത്കൃഷ്ടമായ കർത്തവ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടേയിരുന്നു. ഇതാണ് ഭൗതിക ബന്ധനത്തിൽ നിന്നുള്ള മുക്തി നേടാനുള്ള വഴി. ഇത് വായിക്കുമ്പോൾ നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവാൻ വഴിയാണ്. ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ചൈതന്യ മഹാപ്രഭു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലിയുഗത്തിലെ ഭഗവാന്റെ ഇൻകാർണേഷൻ ആയിട്ടാണ് എടുക്കുന്നത്. അതായത് നമ്മൾ കൃഷ്ണ ബലരാമൻ എന്ന് പറയുന്ന പോലെയാണ് ഈ ചൈതന്യ മഹാപ്രഭുവും നിത്യാനന്ദ പ്രഭുവും വരുന്നത്. ബലരാമനും കൃഷ്ണനും തന്നെയുള്ള കലിയുഗത്തിൽ.
അപ്പം ഇവിടെ അദ്ദേഹത്തിൻ്റെ ലൈഫിൻ്റെ കാര്യം 24-ാം വയസ്സിൽ സന്യാസം സ്വീകരിച്ച കാര്യവും പ്രായമുള്ള അമ്മയും വളരെ പ്രായം കുറഞ്ഞ ഭാര്യയെല്ലാം ഉപേക്ഷിച്ചാണ് അദ്ദേഹം സന്യാസം സ്വീകരിച്ച കാര്യം പറയുന്നത്. ഇപ്പം നമുക്ക് ഈ ഒരു ഭാവാർത്ഥം വായിക്കുമ്പോൾ തോന്നും ഇത് സന്യാസത്തിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്ന പോലെ അല്ലേ എന്ന് തോന്നും. പക്ഷേ അവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ സബ്ജക്റ്റിൽ അർജുനൻ ഒരു ക്ഷത്രിയനാണ് അല്ലേ. അതിനാണ് കഴിഞ്ഞ ശ്ലോകത്തിലെല്ലാം കൗന്ദേയ അങ്ങനെ പല ഇതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാര്യം എന്താ പറഞ്ഞത്? ചൈതന്യ മഹാപ്രഭു ഭഗവാന്റെ ഒരു ഇൻകാർണേഷൻ തന്നെയായിരുന്നു. അപ്പോൾ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലക്ഷ്യം അദ്ദേഹം ചെറുപ്പത്തിലേ തുടങ്ങി തന്നെ ഭഗവാന്റെ കാര്യങ്ങളിലാണ് ഇൻവോൾവ് ആവുന്നത്. അല്ലെങ്കിൽ ഈ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഇൻകാർണേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതൊരു വലിയ സബ്ജക്റ്റാണ്. എങ്കിലും ലൈറ്റായിട്ട് പറയുകയാണെങ്കിൽ ഓരോ ഭഗവാന്റെ അവതാരത്തിനും ഓരോ ലക്ഷ്യവും ഓരോ ഭാവവും ഉണ്ട്. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഭാവം എന്ന് വെച്ചാൽ കലിയുഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അവതാരമാണ്. അത് കലിയുഗത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് പല കാര്യങ്ങളും ഭക്തിയെക്കുറിച്ചും അതിനെക്കുറിച്ചെല്ലാം അറിയാമെങ്കിലും നമുക്കൊരു ശരിയായ രീതി നമുക്ക് വശമില്ല. അതായത് എങ്ങനെ ഒരു ഭക്തനാകണം അല്ലെങ്കിൽ ഒരു ഭക്തി എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് 100,000 വഴികളാണ് ഇവിടെ ഉള്ളത് അല്ലേ. പലപ്പോഴും നമ്മൾ ചെന്ന് എത്തുക എന്നുള്ളത് മോക്ഷപ്രാപ്തിയിലേക്ക് ചെന്നെത്തും. മോക്ഷം മതി എന്നുള്ളത് ഒരു സത്യമായ കാര്യം എന്താ വെച്ചാൽ കൃഷ്ണനുമായിട്ടൊരു പ്രേമഭക്തി പോലും ഇല്ലാതെ നമുക്ക് മോക്ഷം നേടാൻ സാധിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് ഭഗവാനുമായിട്ട് ഒരു പ്രേമഭക്തി ഇല്ലാതെയും മോക്ഷം നമുക്ക് ലഭിക്കും. പക്ഷേ ആ മോക്ഷം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഭഗവാന്റെ കൂടെയുള്ള ഒരു ആനന്ദപരമായ ഒരു അന്തരീക്ഷമായിരിക്കണം എന്നില്ല. അത് ബ്രഹ്മജ്യോതിയിൽ പോയി ഇരിക്കലോ അങ്ങനെ വേറെ, അതായത് പല പല മേഖലകളുണ്ട് അതിന്. അപ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒരു ഇതാണ്. നമുക്ക് അതിനെക്കുറിച്ച് എനിക്കും ഇതായിട്ട് അറിയില്ല. പക്ഷേ മോക്ഷം എന്നുള്ളത് പല ഈവൻ നമ്മൾ അഷ്ടാംഗ യോഗ, ഷഡ്ചക്ര യോഗ എന്നൊക്കെ കേട്ടിട്ടില്ലേ പണ്ടത്തെ? അഷ്ടാംഗ യോഗയിലൊക്കെ ഓരോ പ്രോസസ്സ് 10,000 വർഷമൊക്കെ ആയിരിക്കും എടുക്കുന്നവരെ. കാരണം അന്ന് ആയുസ് അത്രയുണ്ട്. അപ്പോൾ അത്രയും യമ നിയമ അല്ലേ, ആ ഓരോ സ്റ്റേജ് ഉണ്ടല്ലോ. ആ സ്റ്റേജിലൂടെ പോയി പ്രാണാഹാര, പ്രത്യാഹാര, ധാരണ, സമാധി വരെ എത്തുമ്പോൾ ആ ഒരു അവസ്ഥയിൽ നമ്മൾ തന്നെ ജീവനെ ഇങ്ങനെ എടുത്ത് ഇതിലൂടെ ഇന്ന സ്ഥലത്തേക്ക് വിട്ട് നമ്മൾ ആ ലെവലിലേക്ക് പോകുന്നത് മെക്കാനിക്കൽ പ്രോസസ്സിലൂടെ സാധിക്കും. അതൊരു മുക്തിയാ. പിന്നെ ബർത്ത് ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകാനായിട്ട് അതിലും സാധിക്കും. പക്ഷേ അവിടെയൊന്നും നമുക്ക് ഭഗവാനോടുള്ള ആ ഒരു പ്രേമ ഭക്തി കിട്ടില്ല. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾക്ക് വീണ്ടും ഒരു അൺസാറ്റിസ്ഫൈഡ് കണ്ടീഷനിലേക്ക് നമ്മൾ വീണ്ടും പോകും. നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല. അൾട്ടിമേറ്റ് എയിം, ആത്മാവിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ആ ഒരു പ്രേമഭക്തി തന്നെയാണ്. അത് ഇപ്പം കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്കത് ക്ലിയർ ആവും. അപ്പം ഇവിടെ എന്തുകൊണ്ടാണ് ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഇൻകാർണേഷൻ അല്ലെങ്കിൽ അദ്ദേഹം വന്നത് എങ്ങനെയാണ് രാധാകൃഷ്ണ പ്രേമത്തിൽ രാധാറാണി എങ്ങനെയാണ് ഭഗവാനെ ഇഷ്ടപ്പെട്ടിരുന്നതെന്നുള്ള ആ ഒരു ഭാവമില്ലേ, ആ ഒരു ഭാവത്തിലുള്ള ഇൻകാർണേഷൻ. ഓരോ ഇൻകാർണേഷനും ഓരോ ഭാവമുണ്ട്. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? ആ ഒരു കൃഷ്ണ പ്രേമം എങ്ങനെ കാണിച്ചു കൊടുക്കാം എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഹരിനാമ സങ്കീർത്തനം എല്ലാം വന്നത്. ആ ഒരു അതിനുശേഷമാണ് ഇതെല്ലാം വരുന്നത്. നാമസങ്കീർത്തനത്തിന് പ്രചാരം കൊടുക്കുന്ന അങ്ങനെയാണ് വരുന്നത്. ഈ നിരത്തുകൾ വഴിയിലൊക്കെ എല്ലാ സങ്കീർത്തനം അതെല്ലാം വരുന്നത് ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാലത്തോടെ. ഇതിനു മുന്നേ വരെ ഭക്തി എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ ആചാര്യന്മാർ അല്ലെങ്കിൽ ഇത്ര പണ്ഡിതന്മാർ ബ്രാഹ്മണർ മാത്രം കൊണ്ടു നടന്നിരുന്നതിന് ഇദ്ദേഹമാണ് അതിനെ എടുത്തിട്ട് ഈ എന്താ പറയുന്നത് എല്ലാവർക്കും ജനകീയമാക്കി തരിക എന്നുള്ള രീതിയിൽ ചെയ്തത്. അങ്ങനെയാണ് നമുക്ക് നാമസങ്കീർത്തനം കിട്ടുന്നത്. അതെന്തുകൊണ്ട് അതിനെ ഹൈലൈറ്റ് ചെയ്തെന്ന് വെച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ മെയിൻ ഡ്യൂട്ടി അതായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അദ്ദേഹം അവിടെ എന്ത് ചെയ്തു? അതിന് വേണ്ടിയിട്ട് അദ്ദേഹം പ്രായമുള്ള അമ്മയും ഭാര്യയും എല്ലാം ഉപേക്ഷിച്ച് അതിലേക്ക് പോയി. കാരണം അവിടെ അദ്ദേഹത്തിന് അതായിരുന്നു വേണ്ടത്. അതേസമയം അദ്ദേഹം അത് ചെയ്തുകൊണ്ട് ഞാനും എന്നാ കുടുംബമൊക്കെ ഉപേക്ഷിച്ച് അമ്മയും ഭാര്യയൊക്കെ ഉപേക്ഷിച്ച് ഞാനും ഇന്ന് പോകുക എന്ന് നമ്മൾ ആരെങ്കിലും തീരുമാനിച്ചാൽ അതല്ല ശരി. മനസ്സിലായില്ലേ? അത് അദ്ദേഹത്തിന്റെ ശരിയായിരുന്നു. ഇവിടെ അർജുനന്റെ ശരി എന്ന് പറയുന്നത് ഇപ്പൊ ഇതെല്ലാം ഉപേക്ഷിച്ച് യുദ്ധം വേണ്ടെന്ന് പറഞ്ഞിട്ട് കാട്ടിപ്പോയി സന്യസിക്കലല്ല. അതാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. നിന്റെ ശരി എന്ന് പറയുന്നത് ഈ ധർമ്മയുദ്ധം ചെയ്യലാണ്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ അതൊന്നും ചെയ്യാതെ തന്നെ നീ ഇവിടെ നിന്റെ ഡ്യൂട്ടി ചെയ്താൽ നിനക്ക് മുക്തി എന്നുള്ളത് വളരെ ഈസി ആയിട്ട് കിട്ടും എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് ഈ ഒരു ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ 2 കാര്യങ്ങൾ ഫസ്റ്റ് പറയുന്നുണ്ട്.
ആത്മസാക്ഷാത്കാരത്തിന്റെ ഔന്നത്യം കൈവരിക്കാനുള്ള നിശ്ചയദാർഢ്യമുള്ളവനും സുഖദുഃഖങ്ങളെ ഒരുപോലെ സഹിക്കാൻ കഴിയുന്ന വ്യക്തി. അതായത് രണ്ട് കാര്യം നമ്മുടെ മോക്ഷത്തിന് പറയുന്നു. ഒന്ന്, നമ്മുടെ സെൽഫ് റിയലൈസേഷന്റെ ടോപ്പ് മോസ്റ്റ് എത്താന്നുള്ളതിനുള്ള ഒരു നമുക്ക് എന്ത് വേണം? നിശ്ചയദാർഢ്യം വേണം, അല്ലെ? നമുക്ക് അതിൻ്റെതായ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ഡിറ്റർമിനേഷൻ ആണ് കറക്റ്റ് വേർഡ്. ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരിക്കണം. പിന്നെ നമുക്ക് സുഖത്തിനെയും ദുഃഖത്തിനെയും ഒരുപോലെ സഹിക്കാൻ നമുക്ക് കഴിയണം. ഈ രണ്ട് കാര്യങ്ങൾ സാധിക്കുന്ന ഒരു വ്യക്തിക്ക് മോക്ഷം ഈസി ആയിട്ട് കിട്ടുന്നവർ. ഇനി ഒന്ന് തിരിച്ച് ചിന്തിച്ചു നോക്കുക, ഇത് രണ്ടും എന്താണ്? ഒന്ന്, നമുക്ക് സെൽഫ് റിയലൈസേഷൻ, നമ്മൾ എന്താണ്, നമ്മൾ ഈ ആത്മാവാണ്, നമ്മൾ ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർട്സൽ അംശമാണെന്ന് അറിയാനുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ വരണം. ഇതെന്താന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ആത്മാവാണ് ശരീരമല്ല എന്ന് നമ്മൾ 1000 പ്രാവശ്യം ഇരുന്ന് പറഞ്ഞാലും നമുക്കത് ഉൾക്കൊള്ളാനാവോ? ഇല്ല. അതിനെന്ത് ചെയ്യണം? നമ്മൾ ആ മാറ്റം കാരണം നമ്മൾ ഭൗതികമായ ഒരു തലത്തിൽ ഇരുന്നിട്ടാണെന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മളതിനെ പറയണതുകൊണ്ടായില്ല, ഉൾക്കൊള്ളാൻ സാധിക്കണം. പറയണമെന്നില്ല, അത് പുറത്ത് പറയണമെന്നില്ല. പക്ഷെ അത് നമ്മൾ സാധനയിലൂടെ എത്താൻ നമുക്ക് സാധിക്കും. നേരത്തെ പറഞ്ഞ അവസ്ഥ പോലെ, അതായത് ആ ആത്മാവ് ഗതാസുൻ അഗതാസുൻ പറഞ്ഞ പോലെ നമ്മൾ ശരീരം ഇങ്ങനെ മാറി മാറി ആത്മാവ് ഓരോ ശരീരം വിട്ട് പോകുന്നതാണ്. ഇത് എൻ്റെ ഇപ്പോഴത്തെ ഒരു ഷർട്ട് പോലത്തെ ഒരു ഷർട്ടാണ്, ഇത് കഴിഞ്ഞ് ഇത് അടുത്തതിലേക്ക് ഞാനാണ് ആ പോകുന്ന ആള്, ഇതല്ല ഞാൻ. ആ ഒരു ബോധത്തിലേക്ക് നമ്മൾ വരാനാണ് ആദ്യത്തെ പാട്ട്. ഒന്ന് അത് വരികയും, രണ്ടാമത് അതിനൊപ്പം തന്നെ ഇത് സംഭവിക്കും, നമ്മുടെ കയ്യിലുള്ള ദ്വന്ദ്ങ്ങൾ, ഡ്യുവാലിറ്റീസിനെ നമുക്ക് ഒരുപോലെ കാണാൻ കഴിയും. സുഖം ദുഃഖം, മാനം അപമാനം, ചൂട് തണുപ്പ്, ഇതെല്ലാം നമുക്ക് ഒരു വ്യത്യാസമില്ലാതെ കഴിയാൻ സാധിക്കണം. അതെങ്ങനെ സാധിക്കുന്നു വെച്ചാൽ ഇതെല്ലാം പ്രാക്ടീസിലൂടെ സാധിക്കും. നമ്മൾ കഴിഞ്ഞ കുറേ എക്സാമ്പിൾസ് പറഞ്ഞു, അല്ലേ? ഇപ്പം നമ്മളൊരു രാവിലെ എനിക്ക് ദിവസവും ഒരു തണുത്ത വെള്ളത്തിൽ കുളിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. ആ തണുത്ത വെള്ളത്തിൽ കുളിക്കുമ്പോൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നല്ല സുഖമായിരിക്കും. പക്ഷെ കുറച്ചുകൂടി തണുത്ത കാലത്തിലേക്ക് വന്നു കഴിയുമ്പോൾ രാവിലെ എനിക്ക് തണുത്ത വെള്ളം ഒന്ന് ചൂടാക്കി കുളിക്കാൻ തോന്നും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒരു സുഖം, അല്ലെ, ആ ഒരു വ്യത്യാസം. അതേസമയം അപ്പോഴും നമ്മൾ അതേ ഇത് തന്നെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, ഒരു കുറച്ച് നാൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് കാലഘട്ടത്തിലും അതേ വെള്ളം തന്നെ മതിയാവും. ഇത് കാരണം നമ്മുടെ ബോഡി അതുമായിട്ട് സെറ്റാവും. ഇതുപോലെയാണ് നമ്മുടെ സാധനങ്ങളെല്ലാം. അപ്പം നമ്മളെല്ലാം അങ്ങനെ ചെയ്യുമ്പോൾ ചൂടും തണുപ്പും നമുക്ക് ഭൗതികതയിൽ കിട്ടുന്ന പോലെ നമുക്ക് സുഖം. അപ്പം അവിടെ ഒരു സുഖവും ദുഃഖമാണ്, അല്ലേ? ആ തണുപ്പ് കാലഘട്ടത്തിൽ തണുത്ത വെള്ളത്തിൽ കുളിക്കുക എന്നുള്ള ഒരു ദുഃഖമാണ്. പക്ഷെ അതൊരു ടെമ്പററി അവസ്ഥയാന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് വെള്ളമൊക്കെ ഒഴിച്ച് ഹുഹു എന്നൊക്കെ ഒന്ന് കാണിച്ച് നമ്മൾ കുളിക്കും. 2-3 തവണ അത് ചെയ്ത് കഴിയുമ്പോൾ, കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ അതിൽ സെറ്റാവും. അങ്ങനെ സെറ്റായ ഗുണം എന്താണെന്നറിയോ? നമ്മൾ എവിടെ യാത്ര പോയാലും എവിടെ പോയാലും ചൂടും തണുപ്പൊന്നും അന്വേഷിച്ച് നമ്മൾ ഓടി നടക്കണ്ട. അല്ലെങ്കിൽ നമ്മൾ ചില സ്ഥലത്തൊക്കെ പോയാൽ അയ്യോ ഇവിടെ ഗീസർ വർക്ക് ചെയ്യുന്നില്ല, ഹോട്ടലുകാരെ വിളിച്ചോണ്ടിട്ട് നമ്മൾ ഓടി ആകെ ബഹളം ഉണ്ടാക്കും, ഇല്ലേ? എന്താ വെച്ചാൽ നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഭൗതികമായി തന്നെ നമ്മൾ ഈ അവസ്ഥയിൽ നിന്ന് പതുക്കെ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവന്നു കഴിയുമ്പോൾ അതാണ് നമ്മൾ ഈ സാധന എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ ഓരോ സിറ്റുവേഷൻസ് നമ്മൾ മറികടക്കാൻ സാധിക്കുമ്പം മാനസികമായിട്ടുള്ള സുഖദുഃഖങ്ങൾ നമുക്ക് അതുപോലെ തന്നെ മാനം അപമാനമൊക്കെ ഇല്ല. ഇപ്പം നമ്മൾ പറയില്ലേ, അദ്ദേഹം എന്നെ അങ്ങനെ പറഞ്ഞാൽ ശരി, എനിക്ക് ഭയങ്കര ഇൻസൾട്ടായി എന്ന് പറഞ്ഞാൽ അപമാനമാണ്, ഇൻസൾട്ടായി, അല്ലേ? അതൊന്നും നമുക്ക് ഏക്കാണ്ട് വരും. പിന്നെ ആ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. നമ്മൾ പലപ്പോഴും എന്താ, നമ്മുടെ ഈഗോ വരുമ്പോഴാണ് നമ്മൾ വേണ്ടെങ്കിലും അത് അയാൾ എന്നോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. കാരണം വെച്ചാൽ നമ്മുടെ ഈഗോ ആണ്. പറഞ്ഞോട്ടെ, എന്തായാലും നമുക്ക് എന്താ സംഭവിക്കും? നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. നമ്മളാണ് അവിടുത്തെ ആൾക്കാർ, അല്ലേ? പെർസെപ്ഷൻ, അല്ലെ? നമ്മളുടെ പെർസെപ്ഷൻ അല്ലേ? നമ്മളത് എടുക്കുന്നില്ലെങ്കിൽ കഴിഞ്ഞില്ലേ അവിടെ. അതൊരിക്കലും ഒരു മാനോ അപമാനോ ഒന്നും ആകുന്നില്ല. അപ്പം അവിടെയെല്ലാം നമ്മളാണ് തീരുമാനിക്കുന്നത്, അല്ലേ? നമ്മളൊരു ടാപ്പിന്റെ കാര്യം പറഞ്ഞിട്ടല്ലേ, ഒരു വെള്ളം, അല്ലെ, ഒരു ചൂടുവെള്ളം അല്ലെങ്കിൽ ഒരു 30 ഡിഗ്രിയിലുള്ള വെള്ളം വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പോയിട്ട് ആ വെള്ളം എടുത്തു മുഖം കഴുകി. ഇപ്പോൾ തണുപ്പ് കാലമാണ്, നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചൂട് കാലത്ത് നമ്മൾ അതിനെ എന്തൊരു നശിച്ച വെള്ളം ഇതെന്ന് നമ്മൾ പറയും. പക്ഷെ അതിന്റെ വെള്ളത്തിന് ചൂട് മാറിയിട്ടില്ല. അവിടെ ആർക്കാ മാറ്റം സംഭവിക്കുന്നത്? നമ്മളുടെ കണ്ടീഷനാണ് മാറിയിരിക്കുന്നത്, അല്ലേ? വെള്ളത്തിന്റെ ടെമ്പറേച്ചറിന് മാറ്റമില്ല, പക്ഷെ നമ്മുടെ കണ്ടീഷൻ മാറുമ്പോൾ നമ്മൾ ആ വെള്ളത്തിനെ കുറ്റവും പറയുന്നു, നല്ലതും പറയുന്നു. അപ്പൊ അത് നമ്മളെപ്പോഴും ആലോചിക്കുക. ഇന്ന് നമ്മൾക്ക് വളരെയധികം നല്ലതാണെന്ന് തോന്നുന്ന ഒരു കണ്ടീഷൻ നമ്മുടെ ലൈഫിൽ 4 ദിവസം കഴിഞ്ഞോ 4 വർഷം കഴിഞ്ഞോ നല്ലതാവണമെന്നില്ല. ബിക്കോസ് ടൈം, അല്ലെ? കാലമനുസരിച്ച് അതേ കാര്യം തന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും, ശരിയല്ലേ?
ഉദാഹരണം നമ്മൾ പണ്ട് പറഞ്ഞു, വളരെ സിമ്പിൾ എക്സാമ്പിൾ ആണ് ലഡു കഴിക്കുന്ന ഉദാഹരണം നമ്മൾ പറഞ്ഞു അല്ലേ. ലഡു ചിന്നുവിന് ഭയങ്കര ഇഷ്ടമാണ് ലഡു എന്ന് പറഞ്ഞാൽ നമ്മൾ ലഡു കൊണ്ട് കൊടുത്താൽ ചിന്നു ആദ്യത്തെ ലഡു ഭയങ്കര സന്തോഷമായിട്ട് കഴിക്കും, രണ്ടാമത്തെ ലഡുവും കഴിക്കും, മൂന്നാമത്തെ ആകുമ്പോൾ എന്ത് സംഭവിക്കും, പതുക്കെ പതുക്കെ നോക്കാൻ തുടങ്ങും മതിയെന്ന് പറയും അല്ലേ. അപ്പൊ ആ അത്രയും സന്തോഷം ഉണ്ടാക്കിയ സാഹചര്യം ഒരു 10 മിനിറ്റിനുള്ളിൽ അഞ്ചാമത്തെ ലഡു കഴിയുമ്പോഴേക്കും നമ്മളെ വലിച്ചെറിയും അല്ലേ. എന്നിട്ട് പറയും മടുത്ത്, എനിക്കിനി ലഡു ഒരു മാസത്തേക്ക് ഞാൻ കഴിക്കില്ല. നോക്കി എന്ത് പെട്ടെന്നായിരുന്നു നോക്കി അല്ലേ. അപ്പൊ അവിടെ ആ സിറ്റുവേഷൻ മാറും. ഇതാണ് നമ്മുടെ ലൈഫിൽ എവിടെയും സംഭവിക്കുന്നത്. നമ്മളെ ഓരോരോ കാര്യങ്ങൾ നമ്മളുടെ സിറ്റുവേഷനാണ്, ആക്ച്വലി നമ്മുടെ പെർസെപ്ഷനാണ്, നമ്മൾ അതനുസരിച്ച്. അപ്പം നമ്മൾ ആ ഒരു തലത്തിൽ നമ്മൾ ചിന്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ നിന്ന് മനസ്സിലേക്കുള്ള ലെവലിലേക്ക് നമുക്ക് വരാൻ കഴിയും. ഇനി അടുത്ത ലെവലാണ് ആത്മാവിൻ്റെ ലെവൽ. 3 തലത്തിലാണ് നമ്മൾ കളിക്കുന്നത്. ഒന്ന് ശരീരത്തിൻ്റെ തലത്തിൽ, മനസ്സിൻ്റെ തലത്തിൽ, ആത്മാവിൻ്റെ തലത്തിൽ. അപ്പം നമ്മൾ ആ ആത്മാവിൻ്റെ തലത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റണമെങ്കിൽ നമ്മൾ ആദ്യം ശരീരത്തിൻ്റെ തലം വിട്ട്, മനസ്സിൻ്റെ തലം വിട്ട്, ആത്മാവിൻ്റെ തലത്തിൽ എത്തുമ്പോഴേ നമുക്ക് ആ ഒരു ഇതിലേക്ക് വരും. അതിനെല്ലാം നമുക്കിത് ഒറ്റടിക്ക് എത്താൻ സാധിക്കില്ല. നമ്മൾ പതുക്കെ പതുക്കെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്ന ഓരോ അർജുനനോട് എന്തൊക്കെ നമ്മൾ പറയുന്നു, നമ്മൾ പതുക്കെ പതുക്കെ നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പം നമുക്ക് ഓരോ ഇതിലും ഈ മാത്രാ സ്പർശാസ്തു കൗന്ദയൊക്കെ പഠിച്ച് ശീതോഷ്ണ സുഖ ദുഃഖദായൊക്കെ നമ്മുടെ മനസ്സിൽ വരണം. ആ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഓക്കെ ഈ സിറ്റുവേഷൻ ഒരു ടെമ്പററി സിറ്റുവേഷൻ, ഞാൻ അത്രയും ഇതിനെക്കുറിച്ച് ലാമെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അത്രയും ഞാൻ ഇതിനെക്കുറിച്ച് സന്തോഷിക്കേണ്ട ആവശ്യമില്ല. രണ്ടും വരണം. അല്ലെങ്കിൽ സന്തോഷം ഭയങ്കര സന്തോഷമായിട്ട് സന്തോഷത്തിലേക്ക് പോകും അല്ലേ, അതും ശരിയല്ല. അവിടെയും നമ്മൾ ഒരു സമചിത്തത പാലിക്കേണ്ട ആവശ്യമുണ്ട്. ആ സമചിത്തതയാണ് നമുക്കിപ്പോഴും നേട്ടം നേടിത്തരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ ഒരു ശ്ലോകത്തിൻ്റെ. പിന്നെ ഇവിടെ എന്തെങ്കിലും പറയുന്നത് 2 കാര്യം അതാണ്. ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, നമ്മൾ പറഞ്ഞതൊക്കെ തന്നെയാണ്. അപ്പോൾ പ്രധാന പോയിന്റ് ഇത് തന്നെയാണ്. ആ ഒരു താൽക്കാലികമാണ് ഇതെന്നുള്ള കാര്യം നമ്മളെപ്പോഴും ആലോചിക്കുക. കാരണം അതാണ് നമ്മൾ മനസ്സിൽ കൊണ്ടുവരുന്നത്. കാരണം നമ്മൾ ജീവിക്കുന്ന ഈ ഒരു മെറ്റീരിയൽ വേൾഡ് എന്ന് പറയുന്നത് പെർമനൻ്റ് ആണോ? അല്ല, അത് താൽക്കാലികം. ഇവിടെ എല്ലാത്തിനും ഒരു എൻഡ് ഉണ്ട് അല്ലേ. എൻഡില്ലാത്ത ഒന്നും നമുക്കിവിടെ കാണാനാവില്ല. എൻഡില്ലാത്ത ഒന്നും ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ആത്മാവ് ഭഗവാന്റെ അംശമാണ്, അതിനും എൻഡില്ല, അതിന് ആദിയില്ല അന്ത്യമില്ല, അതിന് ജനനവുമില്ല മരണവുമില്ല. അപ്പൊ അതാണ് നമ്മൾ അല്ലേ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ശരീരമാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. അപ്പൊ നമ്മളെപ്പോഴും മനസ്സിലാക്കുന്നത് വെച്ചാൽ നമ്മളുടെ ഇപ്പോൾ ഈ ആത്മാവിരിക്കുന്ന ഈ ശരീരം ഇരിക്കുന്ന ഒരു ടെമ്പററി വേൾഡിലാണ്. ആ വേൾഡ് ഇറ്റ് സെൽഫ് ഈസ് ടെമ്പററി. അപ്പൊ അവിടെ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ടെമ്പററിയാണ്. അതാണ് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. ഇവിടെ എന്ത് പ്രശ്നമുള്ളതും ടെമ്പററിയാണ്. അതിപ്പോൾ എനിക്ക് എൻ്റെ കർമ്മഫലമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നു, ഞാൻ അതിനെ ഓവർകം ചെയ്യുക. കാരണം ഇതല്ല എൻ്റെ മെയിൻ കാര്യം. എനിക്ക് വലിയൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ നീങ്ങുമ്പോൾ ഇതിനെയൊക്കെ നമ്മൾ ടെമ്പററി ആയിട്ട് കാണും എന്നുള്ളതാണ്. പറയാൻ എളുപ്പമാണ്, പക്ഷെ അതിലേക്ക് നമ്മൾ കുറച്ച് നമുക്ക് എത്താനാവും. 100% ആവും. അപ്പം നമുക്ക് കുറേ കഴിയുമ്പോൾ, കുറേ ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ലൈഫിൽ തന്നെ നമ്മൾ പണ്ട് ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തിരുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് വളരെ നിസ്സാരമായിട്ട് നമ്മൾ തന്നെ എടുക്കാൻ തുടങ്ങുന്ന സെൽഫ് അനാലിസിസ് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഓരോരുത്തർക്ക് ചെയ്തു നോക്കാം. തീർച്ചയായും അത് 100% നടക്കുന്നൊരു കാര്യം സംഭവിക്കും. അതാണ് അതിൻ്റെ പവർ എന്ന് പറയുന്നത്. പക്ഷെ അതിന് നമുക്ക് സാധന അതെല്ലാം വേണം. കാരണം നമ്മളെ ഈ ഭൗതിക തലത്തിൽ നിൽക്കുന്ന നമ്മളിൽ ആ ആത്മാവിനെ നമ്മളൊന്ന് എടുത്തുയർത്തിയാൽ തന്നെ അത് സാധിക്കും. അതിന് ശരിക്കും അതിനിപ്പോൾ നമ്മൾ ചെയ്ത അഷ്ടകം ചൊല്ലൽ പോലെ അതുപോലെയുള്ള കാര്യങ്ങൾ, നിത്യേനയുള്ള ചാൻറ്റിങ് ഒക്കെ അതിനകത്ത് ഹെൽപ്പ് ചെയ്യും. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഉണ്ടോ ഇതിനകത്ത് ചോദിക്കാൻ? പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. 5 മിനിറ്റ്.